പിന്നെ സ്വരാജിനെ സംബന്ധിച്ചോളം അദ്ദേഹം നാട്ടുകാരനാണ്, നാട്ടിൽ ജനിച്ചു വളർന്ന ആൾ എന്നുള്ളതിലുപരി നാടുമായിട്ട് ആ രീതിയിൽ ബന്ധമില്ല. അദ്ദേഹം വലിയ ചിന്തകനാണ്, പണ്ഡിതനാണ്, പ്രാഗൽഭ്യം തെളിയിച്ച പ്രസംഗകനാണ്, വലിയ താർക്കികനാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അങ്ങനെ നെഞ്ചൂക്കുള്ള ആളാണ്, തൻ്റെ ഇടമുള്ള ആളാണ്. പക്ഷേ സാധാരണ രാഷ്ട്രീയക്കാർ പോലെ ആ വോട്ടർമാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, വീട്ടുവിശേഷങ്ങൾ തിരക്കൊന്നും ചെയ്യുന്ന ആളല്ല. പുള്ളിക്ക് വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വോട്ട് പിടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്കൊന്നും വലിയ രക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ വി എസ് അച്യുതാനന്ദൻ്റെയൊക്കെ സ്റ്റേച്ചറിലെത്തിയ ആളായിരിക്കും, എ കെ ആന്റണിയെ പോലെയൊക്കെ ആയിരിക്കും. സ്വരാജിന് അത്ര ആയിട്ടില്ല. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത കൂടെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടാതെ പോയതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. പുള്ളിക്ക് ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം എന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കല്യാണത്തിന് വിളിച്ചാൽ വരുന്ന, അല്ലെങ്കിൽ മരണം അറിഞ്ഞ് വീട്ടിലെത്തുന്ന, സംതൃപ്ത കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ നൂലുകെട്ടിനും മാമോയിസയ്ക്കും മാർക്ക കല്യാണത്തിനൊക്കെ വരുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ MLA മാരെയാണ്. 100% ഞാൻ യോജിക്കുന്നു. അങ്ങാ വിഭാഗത്തിൽപ്പെട്ട ആളല്ല സ്വരാജ് എന്ന ആളുകൾക്ക് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ടും കൂടിയാണ് പുള്ളി തോറ്റത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ ജയിക്കാൻ ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ശബരിമല ഭക്തന്മാരെ സംബന്ധിച്ചോളം അദ്ദേഹത്തോട് ഇതിനെതിരെ വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂരിപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വലിയ വിള്ളലാണ് സ്വരാജിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം. രണ്ടാമത്തത് ആര്യടൻ ഷൗക്കത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള മതനിരപേക്ഷ പ്രതിച്ഛായയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അത് തീർച്ചയായിട്ടും ഉണ്ട്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ പിന്നെ പ്രചരണത്തിൽ കോൺഗ്രസ് മികവ് പുലർത്തി. സാധാരണയിൽ CPM-ൻ്റെ ഈ പ്രൊപ്പഗൻഡ മെഷറി വളരെ എഫക്റ്റീവാണ്. SFIക്കാർ DYFIക്കാരും ഒക്കെ വന്ന് വലിയൊരു അന്തരീക്ഷം ഉണ്ടാക്കും. വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഇത്തവണ അതൊക്കെ ഉണ്ടാക്കി. സ്വരാജിന് വേണ്ടിയിട്ട് സാംസ്കാരിക നായകരടക്കം രംഗത്ത് വന്നു. പക്ഷെ അതൊന്നും വോട്ടായിട്ട് മാറിയില്ല. അല്ല, അത് പിന്നെ യാതൊരു മുന്നറിയിപ്പില്ലാന്ന് ഇടിച്ച ആരായാലും വീണു പോകും. പിന്നെ അടിക്കാൻ വരുന്നവ നോട്ടീസും മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? മറിച്ച് കോൺഗ്രസ് ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങൾ നടത്തിയത് പാലക്കാട്ട് ചെയ്ത പോലെ, പുതുപ്പള്ളിയിൽ ചെയ്ത പോലെ, തൃക്കാക്കരയിൽ ചെയ്ത പോലെ VD സതീശനും സംഘവും അവിടെ ക്യാമ്പ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് ഈ ഇലക്ഷൻ മെഷറി മുന്നോട്ട് നീക്കി. പ്രത്യേകിച്ച് യുവ MLA മാർ, യുവ നേതാക്കളൊക്കെ വളരെ ഊർജിതമായിട്ട് പ്രചരണത്തിൽ പങ്കെടുത്തു. അതിൻ്റെ ഒരു ഗുണം കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഗ്രഹിച്ചത്ര ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ പോലും അവിടെ ഷൗക്കത്ത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു, അതിൻ്റെ അർത്ഥം UDFന് കേരളത്തിൽ വലിയൊരു അപ്രമാദിത്വം ഉണ്ടെന്നും മേൽക്കോയ്മ കിട്ടിയൊന്നുമല്ല. ഉപതെരഞ്ഞെടുപ്പ് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതിന് ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ല ഇത്. അങ്ങനെയുള്ള വഴിത്തിരിവുണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പുകൾ രാജ്യചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുണ്ടായിരുന്നു. അലഹബാദിൽ അമിതാഭ് ബച്ചൻ രാജിവെച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് VP സിംഗ് മത്സരിച്ച് ജയിച്ചത് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ കുറവാണ്, അപൂർവത്തിൽ അത്യപൂർവമായിട്ടുണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഇത് വെറും 8 മാസത്തേക്ക് അല്ലെങ്കിൽ 7 മാസത്തേക്കുള്ള ഒരു MLA ആണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് UDFന് ചെറിയ ഒരു ഉത്തേജനം നൽകുന്നതാണ്. പക്ഷേ അതിൽ അവർ അമിതമായി അഹങ്കരിക്കുകയോ ആത്മവിശ്വാസം കൊള്ളുകയോ ചെയ്താൽ ഏതാണ്ട് അരുവിക്കര പോലത്തെ റിസൾട്ടുണ്ടാവും. അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വകതിരിവും വീണ്ടും വിചാരവും കോൺഗ്രസും ഉണ്ടാകും. എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. മാത്രമല്ല ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നുണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. അതിലേക്ക് പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തണം. പിന്നെ അതിൻ്റെ പുറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3-4 മാസം ഉണ്ടാവുള്ളൂ. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്, കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പണത്തിൻ്റെ ക്ഷാമം നല്ലോണം ഉണ്ടാവും.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഓരോ UDF-കാരനും ഇത് ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമായിട്ട് എടുത്ത് നമ്മൾ തോൽവികളിൽ നിന്ന് മാത്രമല്ല ജയങ്ങളിൽ നിന്നും പല പാഠങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ 2026 എന്തെങ്കിലും ആശയ്ക്ക് വകയുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ മതമൗലികവാദികൾ വർഗീയവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നത് ഒരു കാരണവശാലും ആശാസ്യമല്ല. ഇപ്പോൾ നിലമ്പൂരിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചുകൊള്ളുന്നില്ല. മാത്രവുമല്ല പഴയ പോലെയല്ല, ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവർ മറ്റ് പല ജില്ലകളിലേക്കും ചേക്കേറാൻ വേണ്ടി കൂടുകൂട്ടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി ഈ വിജയത്തിൻ്റെ പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ പരിണത ഫലം ഭയങ്കരമായിരിക്കും. പക്ഷേ അൻവറിനെ പിന്തുണച്ചതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് 20,000 വോട്ട് കിട്ടിയത്. അത് ഇടതുപക്ഷത്തു നിന്ന് ഭിന്നിപ്പിച്ച വോട്ടല്ല, അത് കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പിച്ചതുപോലുമല്ല. അത് ഈ മുസ്ലിം ലീഗുകാരുടെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് മുതലായ മത മൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദികളുടെയും കൂടി വോട്ടാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആര്യാടൻ ഷൗക്കത്തിന് അവർ വോട്ട് ചെയ്യില്ല. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച സ്വരാജിനും അവർ വോട്ട് ചെയ്യുകയില്ല. അങ്ങനെയാണ് അൻവറിന് 20,000 വോട്ട് കിട്ടിയത്. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്തതല്ല. 9 കൊല്ലം ആ മണ്ഡലത്തിൽ പുള്ളി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് കോരിത്തടിച്ചിട്ട് വോട്ട് ചെയ്തതുമല്ല. അൻവറിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞ് ഈ നേരത്തെ പറഞ്ഞ വിഭാഗക്കാരനാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.